Now we are going to start our class. It's your moral science period. Okay, MS. നമ്മൾ പറഞ്ഞു MS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Moral science. MS is moral science. In MS or in moral science, we are going to learn some morals through some stories and poems. Okay, moral science ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഥയും പാട്ടുകളുമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെ തന്നെ നമ്മള് കഥയും പാട്ടും ഒക്കെയാണ് എവിടെയും പഠിക്കുന്നത്, മോറൽ സയൻസിലും പഠിക്കുന്നത്. Through these poems and stories we get some morals. അല്ലെ, ഈ കഥയിലൂടെയും പാട്ടിലൂടെയും നമുക്ക് കുറച്ച് മോറൽസ് കൂടി പറഞ്ഞു തരുന്നുണ്ട്. Before that, what do you mean by moral? എന്റെ മക്കൾക്ക് മോറൽ എന്താണെന്ന് അറിയാമോ? What is moral? Did you heard about moral stories? Did you heard about moral stories? Do you know what is moral stories? No. Do you like stories? Do you like stories? എന്റെ മക്കൾക്ക് മിസ് പറയുന്നത് മനസ്സിലാവുന്നില്ലേ? മിസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? Say yes or no. Do you like stories? എന്റെ മക്കൾക്ക് കഥകൾ ഇഷ്ടമാണോ? കഥ കേൾക്കാൻ ഇഷ്ടമാണോ? Parvana have no response. Do you like stories? Yes. And most of the stories have a moral. കൂടുതൽ സ്റ്റോറീസിലും അല്ലെ എല്ലാ സ്റ്റോറീസിലും എന്തുണ്ടാകും? ഒരു മോറൽ ഉണ്ടാകും. മോറൽ എന്ന് പറഞ്ഞാൽ ഗുണപാഠം. ഗുണപാഠം എന്ന് പറഞ്ഞാൽ എന്താ? ഗുണപാഠ കഥകൾ. അമ്മമാര് നിങ്ങൾക്ക് കഥ പറഞ്ഞു തരുന്നുണ്ടാവും അല്ലേ? ഇല്ലേ? പറഞ്ഞു തരാറില്ലേ? അമ്മമാരെന്താ പറയാ എപ്പോഴും? ബി എ ഗുഡ് ചൈൽഡ് ഓൾവേസ് അല്ലേ? എപ്പോഴും നീ നല്ല കുട്ടിയായിരിക്കണം. God will see all these things അല്ലെ? ദൈവം എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ പറയാറില്ലേ അമ്മ? നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ നല്ല മക്കളല്ലേ? We are the good children of our God. നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ നല്ല മക്കളാണല്ലേ? Yes. ഇപ്പൊ മോറൽ മിസ് പറഞ്ഞിട്ടുണ്ട്. Do you heard the story of tortoise and rabbit? റാബിറ്റിന്റെയും ടോട്ടോയ്സിന്റെയും കഥ കേട്ടിട്ടുണ്ടോ? ആമയും മുയലിന്റെയും ഓട്ട മത്സരം വെച്ച കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യെസ്. അതിലെന്താ പറയുന്നത്? What is the moral of that story? എന്താ സ്റ്റോറി? Who will say that story? Who can say that story? Gaurinanda is ready there. Okay. കേട്ടില്ല. അഹങ്കാരം നല്ലതല്ല. പിന്നെ who will say the story of rabbit and tortoise here? ആര് പറഞ്ഞിരാ മിസ്സിന്? ഓക്കെ, സമജ്ന ഈസ് റെഡി. എന്നിട്ടോ? രണ്ടാളും ഓടാൻ തുടങ്ങി. എന്നിട്ട് പോയി. മുയല് ആമ മെല്ലെ കുറച്ച് സമയം മുയൽ ഇറങ്ങിപ്പോയി. കുറെ കഴിയുമ്പോ ജയിച്ചു. അത്യാവശ്യം ആപത്താണ്. Okay. Nigel, sit somewhere. Nigel, what are you doing there? It's your classroom. Okay. ആമേന്റെ മുയലിന് കഥ മിസ് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചിരിക്കോ? ആമയും മുയലും കൂടി ഓട്ടപ്പന്തയം വെച്ചു. ആമയും മുയലും കൂടി ഓട്ടപ്പന്തയം വെച്ചു. ഇതെല്ലാം നമ്മുടെ ക്ലാസ്
ഇത് മിസ് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഓക്കെ, ആമയും മുയലും കൂടി ഓട്ട മത്സരം അല്ലെ, ഓട്ടപ്പന്തയം വെച്ചു. അപ്പോ ആമ എങ്ങനെയാണോ നടക്കുക? ആമ എങ്ങനെയാ പോവാ? എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് മെല്ലെ മെല്ലെ പോവാ അല്ലെ. നമുക്ക് അങ്ങനെ പോവാനല്ലേ പറ്റൂ. മുയൽ എങ്ങനെ പോവാ? ചാടി ചാടി പോകും, എന്റെ മക്കളെ പോലെ അല്ലേ. മുയൽ ഇങ്ങനെ ചാടി ചാടി പോകും. എന്നിട്ടോ മുയല് സ്പീഡിൽ അങ്ങ് പോയി ചാടി 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 കുറെ ദൂരം എത്തി തിരിഞ്ഞു നോക്കിയപ്പോ ആമയെ കാണുന്നില്ല. എന്നിട്ടോ ആമ ഇപ്പോഴേ എഴഞ്ഞെഴഞ്ഞ് വരില്ല, അവൻ ഇപ്പോഴേ എന്റെ അടുത്ത് എത്താൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മുയലച്ഛൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങി. ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോ പിന്നെയും ആരെയും കാണുന്നില്ല അല്ലേ, ആമേനെ കാണുന്നില്ല. ഇവൻ ഇതുവരെ വന്നിട്ടില്ലേ, ഒരു കാര്യം ചെയ്യാൻ ഞാൻ മുന്നോട്ട് പോയി നോക്കിയപ്പോ നമ്മുടെ ആമ നമ്മുടെ മുയൽ ഉറങ്ങിയ സമയത്ത് എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് പ്രൈസ് വാങ്ങിയല്ലേ അല്ലേ. ഇതാണ് നമ്മുടെ സ്റ്റോറി. മിസ് ചുരുക്കി കാര്യം മാത്രം പറഞ്ഞതാണ്. ആൻഡ് വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി? ഇതിൽ നിന്ന് എന്റെ മക്കൾക്ക് എന്താ മനസ്സിലായത്? ഇവിടെ നമ്മുടെ ആമ തനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് മാറി നിന്നോ? ഇല്ല അല്ലേ. എനിക്ക് മെല്ലെ പോകാനാവും, മുയൽ എന്തായിട്ടും ജയിക്കും വിചാരിച്ചിട്ട് നമ്മുടെ ആമ എവിടെ മാറി നിന്നോ? ഇല്ല. ആമ എന്ത് ചെയ്തു? He tried his maximum, right? അല്ലേ, അവൻ അവന്റെ മാക്സിമം ട്രൈ ചെയ്തു. He continued to try. Then നമ്മുടെ മുയലിന്റെ കാര്യം എങ്ങനെയാ? What about our rabbit? റാബിറ്റിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? റാബിറ്റ് വിചാരിച്ചു അവൻ ഇപ്പോഴേ വരില്ല അല്ലെ, എനിക്ക് നന്നായിട്ട് ചാടി ഓടിപ്പോവാൻ അറിയാം, ഞാൻ തന്നെ ഫസ്റ്റ് ആവുക. അപ്പൊ എങ്ങനെ പറയാ? ഡു നോട്ട് പ്രൈഡ് അബൌട്ട് യുവർ എബിലിറ്റി അല്ലെ. നമ്മളെ കഴിവിൽ അഹങ്കരിക്കാൻ പാടില്ല, അതല്ലേ അതിന്റെ മോറല്. അപ്പൊ ഇതുപോലെ like this story, like this moral, every story has a moral. എല്ലാ സ്റ്റോറീസിനും ഒരു മോറൽ ഉണ്ടാകും. Okay, and in this subject we are going to learn some morals. നമ്മുടെ ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മോറൽസ് ആണ്. ഓക്കെ, ഗുണപാഠങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. റെഡി? And do you have belief in God? Do you like God? Who is God? ആരാണ് ദൈവം? ആരാ ദൈവം? Do you have belief in God? Do you believe in God? എന്താ ഇപ്പൊ മിസ് ചോദിച്ചത്? നിങ്ങൾ ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ടോ? Do you like God? Yes. Why do you like our God? എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിനെ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാ ഇഷാൻ? ദൈവത്തിന് പ്രത്യേകമായ ശക്തിയുണ്ട്, അതുകൊണ്ട്. ദൈവത്തിന് പ്രത്യേകമായ ഒരു ശക്തിയുണ്ട്. മനുഷ്യർക്ക് അത്ര ശക്തി ഇല്ലേ? നോ, ഇല്ല അല്ലേ. Then who made us? ആരാ നമ്മളെ ഉണ്ടാക്കിയത്? Who made us? Made എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയത്, ഉണ്ടാക്കി. Us എന്ന് പറഞ്ഞാൽ നമ്മളെ. Who made us? ആരാ നമ്മൾ ഉണ്ടാക്കിയത്? Who is the creator? Godwin. ദൈവമാണല്ലേ ദൃശ്യ, ദൈവമാണ് നമ്മൾ ഉണ്ടാക്കിയത് അല്ലേ. ഗോഡ് എന്ന് പറഞ്ഞാൽ ആരാ? ദൈവമാണ്. ഗോഡ്, God. God is ദൈവം. ദൈവമാണ് നമ്മൾ എല്ലാവരും ഉണ്ടാക്കിയത്. യെസ്. നമ്മൾ വീട്ടിൽ അടി കൂടുന്ന സമയത്ത് അല്ലെ, കുരുത്തക്കേട് കളിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവർക്കും കുരുത്തക്കേടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കുരുത്തക്കേടില്ലേ? ആൽബർട്ട്സ് കറിയ ജിതേഷ്, ഏട്ടനായിട്ട് അടി കൂടാറില്ലേ? ഉണ്ട്. അപ്പൊ അമ്മ എന്താ പറയാ? God will see all these things. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ? യെസ്. Then
which is our first lesson? Which is our first lesson? Take the first page. I have no textbook here. Take your first page. God made them all. Show me your first chapter. Enna kaaniche ningade first chapter. Show me your first chapter. Yes. God made them all. What is the title of that poem? What is the title of that lesson? God made them all. I have no textbook here, but I have a photo in the spoon. Okay, Ishan? Do you want to say anything? Miss, textbook illa. You don't have textbook. Okay, it's okay. Do you have the photo of the first lesson? No. First lesson the photo undo? No. It's okay. Listen to me. കുഴപ്പമില്ല, മിസ്സിനും ടെക്സ്റ്റ് ഇല്ല കേട്ടോ ഇഷാനെ. മിസ്സിനും ടെക്സ്റ്റ് ഇല്ല, സെയിം പിച്ച്. Okay. God made them all. That is your first lesson. God. What is the spelling of God? G-O-D. That is God. Devam. Okay. Made them all. Made means what? Made undaki. God made them all. Okay. അവരെല്ലാവരെയും ആരാ സൃഷ്ടിച്ചത്? Who creates them all? Who creates us all? God creates us all. God made them all. Okay. First line. Look at the first line. All of you stand up before. All stand up. All stand up. All stand up. Nature, stand up. Sit down. Okay, look at your textbook. All things bright and beautiful. That is the first line. All things bright and beautiful. All things bright and beautiful. Look at your textbook and you have to read with your finger. കൈ തൊട്ട് വായിച്ചേ ദേവപ്രിയ. കൈ തൊട്ട് വായിക്കേ. ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട്. ശ്രീഷ്ണ എല്ലാം ഉറങ്ങി അവിടെ. ശ്രീഷ്ണ. Okay. All things bright and beautiful. Okay. All creatures great and small. All creatures great and small. All creatures great and small. Once more. All creatures great and small. All things wise and wonderful. All things wise and wonderful. All things wise and wonderful. The good God made them all. The good God made them all. Okay. That is a 4-line poem. It's very simple. It talks about God. Okay. It talks about the power of God. ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചിട്ട് പറയുന്നതാണ് നമ്മുടെ poem. First lesson. First lesson is about the power or strength of the God. All things bright and beautiful. Bright means what? Bright. Bright എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by bright? Means തിളങ്ങുക, തിളക്കമാണ് അല്ലേ? Bright and beautiful. Beautiful. That is a beautiful flower. So beautiful means മനോഹരം. Beautiful എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനോഹരം. What do you mean by beautiful? മനോഹരം. Okay, pretty. All things bright and beautiful. നമ്മുടെ വേൾഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? Our world consists of moon, sun, animals, human beings, trees, nature, and all these things are bright
beautiful. The poet says that all the things bright and beautiful. നമ്മുടെ വേൾഡിൽ എന്തൊക്കെയുണ്ടോ? എന്തൊക്കെയുണ്ട് നമ്മുടെ വേൾഡില്? വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകമാണ് അല്ലെ? നമ്മുടെ ലോകത്തിൽ എന്തൊക്കെയുണ്ട്? സൺ ഉണ്ട് ഇല്ലേ? Who provides light? Who provides light? That is sun. Nigel, do not talk with others. How many times I told girl? What are you doing, girl? Angel, do not disturb Nigel. Okay. Okay. Our world consists of sun. നമ്മുടെ ലോകത്ത് സൂര്യൻ ഉണ്ടല്ലേ? We have sun. Then we have moon. നമ്മൾക്ക് മൂണില്ലേ? ചന്ദ്രനില്ലേ? സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട് അല്ലേ? We have sun, we have moon, and we have human beings. The world consists of human beings. Human beings എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്മാരാണ് അല്ലേ? നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ? നമ്മളെല്ലാവരും ഈ ലോകത്തല്ലേ താമസിക്കുന്നത്? We all are living this world. We all are living this world. We all are living this world. And we have animals also. Our world consists of animals also. We have animals. Our world consists of animals, sun, moon, human beings. Then പിന്നെന്തൊക്കെയുണ്ട് നമ്മുടെ വേൾഡില്? We have nature. Nature എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിയാണ് അല്ലേ? Our world consists of nature. നേച്ചറിൽ നിന്നിട്ട് പ്രകൃതിയിൽ എന്തൊക്കെയുണ്ട്? മരങ്ങളുണ്ട്, പൂക്കളുണ്ട്, ചെടികളുണ്ട് ഇല്ലേ? ഇതൊക്കെയില്ലേ നമ്മുടെ വേൾഡില്? അപ്പോ നമ്മുടെ ഫസ്റ്റ് ലൈൻ എന്താ പറഞ്ഞത്? All these things are bright and beautiful. Okay, all these things are bright and beautiful. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ലോകത്തിലുള്ള ഈ എല്ലാ കാര്യങ്ങളും, ഈ വേൾഡിലുള്ള എല്ലാ കാര്യങ്ങളും bright ആണ്, beautiful ആണ്. All these things are bright and beautiful. Okay, all the things in this world are bright and beautiful. Understood? Understood the first line? Yes. The second line, all creatures great and small. What do you mean by creatures? കുറച്ച് കട്ടിയുള്ള വേർഡാണ്. എന്റെ മക്കൾ അണ്ടർലൈൻ ചെയ്ത് സ്പെല്ലിംഗ് പഠിക്കണം കേട്ടോ. Creatures means creatures എന്ന് പറഞ്ഞാൽ എന്താ? എന്താടോ? ജന്തു എന്ന് നമ്മൾ പറയും. ജന്തുക്കള്, ജീവജാലങ്ങള്, പ്രാണികള് ഒക്കെ പെടുന്നത് എവിടെയാ? ഏതിലാണ്? ക്രീച്ചേഴ്സിലാണ്, ജീവജാലങ്ങളാണ് അല്ലെ? ഓക്കെ, അപ്പൊ ക്രീച്ചേഴ്സ് മീൻസ് ജീവജാലങ്ങൾ, പ്രാണികളും ജന്തുക്കളൊക്കെ വരുന്നത് ഏതിലാണ്? ക്രീച്ചേഴ്സ്. ഓക്കെ, ക്രീച്ചേഴ്സ്. All creatures great and small. All എന്ന് പറയുന്നത് ALL, all means what? അഭിരാമി സജിത്, all means എല്ലാം, എല്ലാം. അഭിരാമി, all creatures great and small. എല്ലാ ജീവജാലങ്ങളും എങ്ങനെയുള്ളതാണ്? എല്ലാ ജീവജാലങ്ങളും ഒരേ സൈസിലാണോ? എല്ലാ ജീവജാലങ്ങളും ഒരേ സൈസിലാണോ? നോ. പശുവിന്റെ എത്ര വലിപ്പമുണ്ടോ ഉറുമ്പിന്? ഉണ്ടോ? ഇല്ല. ആൻഡ് ചെറുതാണല്ലേ? ആൻഡ് ഈസ് സ്മോൾ ആൻഡ് കൗ ഈസ് ബിഗ്. യെസ്. ആൻഡ് ഓൾ ക്രീച്ചേഴ്സ് ആർ ഗ്രേറ്റ് ആൻഡ് സ്മോൾ അല്ലേ? ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടല്ലേ നമ്മളുടെ വേൾഡില്? ആൻഡ് ദേ ആർ ഗ്രേറ്റ് ആൻഡ് സ്മോൾ. ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ വലുതാണ് അല്ലേ? ആൻഡ് സ്മോൾ, സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത്. ഓക്കെ. All things bright and beautiful, all creatures great and small, all things wise and wonderful. All stand up. All stand up. All stand up. Zayan, stand up, Zayan. Zayan. Yes. Sit down. Sit down. Stand up. Stand up. Okay, sit down. Diona, okay. All things wise and wonderful. All things wise and wonderful. ഇനി
എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിലില്ല, ഈ വേൾഡിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ തിങ്സും they are wise and wonderful. What do you mean by wise? മീനിങ് അറിയില്ലെന്നില്ലെങ്കിൽ എന്റെ മക്കൾക്ക് അതിപ്പോ എഴുതാനാവില്ല. പാരന്റ്സ് ഒന്ന് ശ്രദ്ധിക്കണേ. ബബിക സിദ്ധർ. Okay, all things wise and wonderful. Wise means what? W-I-S-E. Wise means അറിവുള്ള, ജ്ഞാനിയായ, ബുദ്ധിയുള്ള. Wise means അറിവുള്ള. Wise means അറിവുള്ള. On the next class, I will ask you the meaning of these words. Next class, miss ഇതിന്റെ ഒക്കെ മീനിങ് ചോദിക്കുവേ. എന്റെ മക്കൾ എല്ലാവരും പഠിച്ചിട്ട് വരണേ. Okay. The good God made them all. Before that, all things wise and wonderful. He says that നമ്മുടെ ലോകത്തിലെ, നമ്മുടെ വേൾഡിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും wise ആണ്, അറിവുള്ളതാണ്, ജ്ഞാനമുള്ളതാണ്. And these are wonderful. അത്ഭുതമാണ് കേട്ടോ എല്ലാം. These all things are wonderful. കാരണം എന്താ? ഒന്ന് നോക്കിയേ, നമ്മുടെ ദൈവമാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചെന്ന് പറഞ്ഞു അല്ലേ? He is the creator. അദ്ദേഹമാണ് നമ്മുടെ ക്രിയേറ്റർ അല്ലേ? He is the creator. അദ്ദേഹമാണ് നമ്മൾ എല്ലാവരും ഉണ്ടാക്കിയത്. നമ്മളെല്ലാവരും, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒരേ മുഖമാണോ? അല്ല. ഗോഡ്വിന്റെ മുഖം പോലെയാണോ ദൃശ്യയുടെ മുഖം? അല്ല. All faces are different. അല്ലേ? അലോൺ ജോസഫിന്റെ മുഖമാണോ അഭിരാമി സജിത്തിന്? അല്ല. നമ്മുടെ എല്ലാവരുടെ മുഖം, നമ്മുടെ അച്ഛന്റെ അമ്മന്റെ മുഖം നോക്കിയേ, അതും ഒരുപോലെയല്ല അല്ലേ? So God is creative. That much creative is our God. നമ്മുടെ God അത്രയും ക്രിയേറ്റീവ് ആണ് അല്ലേ? അത്ഭുതം തന്നെയല്ലേ? നമ്മൾ എല്ലാവരും അത്ഭുതമല്ലേ? ആണ്. We all are wonderful. We all are different from others. We all are wise. നമ്മൾക്ക് എല്ലാവർക്കും അറിവുണ്ട് അല്ലേ? The good God made them all. ഇനി എല്ലാവരും ആരെയാ സൃഷ്ടിച്ചത്? The last line says that the good God, നല്ലവനായ ദൈവമാണ് നമ്മൾ എല്ലാവരെയും ഉണ്ടാക്കിയത് അല്ലേ? The good God made them all. The good God made them all. Understood? Okay, I will read the poem once. All things bright and beautiful, all creatures great and small, all things wise and wonderful, the good God made them all. Okay, അത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു പോയല്ലേ, നിങ്ങളുടെ പോലെ ചെറിയ പോയല്ലേ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പഠിച്ചിട്ട് വരില്ലേ? വരുവോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കാൻ പഠിച്ചിട്ട് വരണം. വേർഡ്സ് പറഞ്ഞ കട്ടിയായ വേർഡ്സിന്റെ മീനിങ് പഠിച്ചിട്ട് വരണം അല്ലേ ഹെസ? നല്ല മക്കളല്ലേ മിസ്സിന്റെ അല്ലേ? എത്ര മക്കൾ പഠിച്ചിട്ട് വരും നോക്കട്ടെ. മിസ്സിന് ഇഷ്ടമുണ്ടെങ്കിൽ പഠിച്ചിട്ട് വരും. ഓക്കെ, ആർ യു റെഡി? പൊന്നു മക്കളല്ലേ? യെസ്. ഓക്കെ, then who will read this poem once? ആരും ഈ poem ഒന്ന് വായിച്ചു തരിക? Who will read it? Who will read it? Nobody is ready here. Too bad. അയ്യോ, നാണക്കേടാണ്. Ishan is ready, but do you have textbook? Picture അമ്മ അയച്ചിട്ടുണ്ട്. Okay. All things are bright and beautiful. Yes. All creatures great and small. All Yes. things wise and wonderful. The good God made them all. Very good. നല്ല മോനായിട്ട് വായിച്ചിട്ട് കണ്ട ഇപ്പോ. ഇഷാൻ വായിച്ചതുപോലെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഓരോരുത്തരെ കൊണ്ട് ഇത് വായിപ്പിക്കുവേ. പാർവണ. ഓക്കെ. ഓക്കെ, then ഫസ്റ്റ് ക്ലാസ് ഇപ്പോൾ
Okay, then bye. See you in the next class. നല്ല മക്കളായിട്ട് പഠിച്ചിട്ട് വരണേ. Before that, I have to take your photos. Okay, then bye. Bye. Okay. പൊന്നു മക്കളായിട്ട് പഠിച്ചിട്ട് വരണേ.